IPL പ്ലേ ഓഫ് ബർത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ്. ടൂർണമെൻറ്റിലെ 10 ടീമുകളിൽ 2 പേരുടെ ചീട്ട് കയറിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് 8 ടീമുകളാണ്. ഇവരിൽ നിന്ന് 4 പേരായിരിക്കും പ്ലേ ഓഫിനുണ്ടാവുക. 5 തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസാണ് ആദ്യം പ്ലേ ഓഫ് കാണാതെ പുറത്തായത്. അതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പഞ്ചാബിൻ്റെയും വഴിയടഞ്ഞത്. ഡു ഓർ ഡൈ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് പഞ്ചാബ് തോൽക്കുകയായിരുന്നു. ലീഗ് ഘട്ടത്തിലെ 58ാമത്തെ മത്സരം കൂടിയായിരുന്നു ഇത്. ഇനി ബാക്കിയുള്ളത് വെറും 12 മത്സരങ്ങൾ മാത്രമാണ്. ഇവയുടെ ഫലങ്ങളായിരിക്കും പ്ലേ ഓഫിലെ ടീമുകളെ തീരുമാനിക്കുക. ഇനിയുള്ള ഓരോ മത്സരം കഴിയുന്തോറും ടോപ്പ് 4ലെ ടീമുകളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. പ്ലേ ഓഫിലേക്ക് ഡ്രൈവിംഗ് സീറ്റിലുള്ള 2 ടീമുകൾ ഇപ്പോഴും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും രാജസ്ഥാൻ റോയൽസുമാണ്. ഇവർ പ്ലേ ഓഫിൽ എത്തിയില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അത്ഭുതം. പ്ലേ ഓഫിലേക്ക് ഒരൊറ്റ ചുവട് മാത്രം അകലെയാണ് 2 ടീമുകളും. 16 പോയിന്റ് വീതം നേടി KKRഉം റോയൽസും ആദ്യ 2 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. 3 കളികൾ വീതമാണ് ഇരുവർക്കും ബാക്കിയുള്ളത്. KKRന്റെ ഇനിയുള്ള കളികൾ മുംബൈ ഇന്ത്യൻസ്, ഗുജറാത്ത് ടൈറ്റൻസ്, റോയൽസ് എന്നിവർക്കെതിരെയാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ജയിക്കാനായാൽ KKRനും പ്ലേ ഓഫിൽ കടക്കാം. ഇവ 3ലും തോറ്റാൽ മറ്റു മത്സരഫലങ്ങൾക്കായി അവർക്ക് കാത്തിരിക്കേണ്ടി വരും. റോയൽസിൻ്റെ ഇനിയുള്ള കളികൾ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ്, പഞ്ചാബ്, KKR എന്നിവരുമായിട്ടാണ്. ഇവയിൽ ഒന്നിൽ ജയിച്ചാൽ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുക്കാം. പോയിന്റ് പട്ടികയിൽ 3 മുതൽ 8 വരെ സ്ഥാനങ്ങളിലുള്ള ടീമുകൾ സൺറൈസേഴ്സ് ഹൈദരാബാദ്, CSK, ഡൽഹി ക്യാപിറ്റൽസ്, ലക്നൗ സൂപ്പർ ജയൻസ്, RCB എന്നിവരാണ്. അവസാന സ്ഥാനത്താണെങ്കിലും ഗുജറാത്ത് ഇനിയും പുറത്തായിട്ടില്ല. SRHന് 14 പോയിന്റ് ഉണ്ടെങ്കിൽ CSK, DC, LSG എന്നിവർക്ക് 12 പോയിന്റ് വീതമാണുള്ളത്. RCBക്ക് 10ഉം GTക്ക് 8ഉം പോയിന്റ് ഉണ്ട്. ഇവരിൽ SRHന് അടുത്ത 2 കളിയും ജയിച്ചാൽ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പാണ്. GT, പഞ്ചാബ് എന്നിവരുമായിട്ടാണ് ഇനിയുള്ള മത്സരങ്ങൾ. പക്ഷേ ഒന്നിൽ തോൽക്കുകയാണെങ്കിൽ മറ്റു ടീമുകളുടെ ഫലത്തെ ആശ്രയിച്ചാവും പ്ലേ ഓഫ് സാധ്യത. CSKയുടെ കാര്യമെടുത്താൽ അവർക്ക് 3 കളികൾ ശേഷിക്കുന്നുണ്ട്. ഇവയെല്ലാം ജയിച്ചാൽ പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പാണ്. എന്നാൽ ഒന്നിൽ തോറ്റാൽ ശേഷിച്ച 2 കളികളിലും വലിയ മാർജിനിൽ അവർക്ക് ജയിക്കണം. കൂടാതെ മറ്റു മത്സരങ്ങളുടെ ഫലവും നിർണായകമാവും. ഡൽഹിക്കും ലക്നൌവിനും ഇനി 2 കളികൾ വീതമേ ശേഷിക്കുന്നുള്ളൂ. 12 പോയിന്റ് വീതമാണ് ഇരുവരുടെയും അക്കൗണ്ടിലുള്ളത്. ശേഷിച്ച 2 മത്സരവും ഇരുവർക്കും ഒരുപോലെ നിർണായകമാണ്. ഇവ ജയിച്ചാൽ മാത്രമേ ഇരു ടീമിനും പ്ലേ ഓഫ് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. 12-ന് RCB, 14-ന് LSG എന്നിവരുമായിട്ടാണ് ഡൽഹിയുടെ ഇനിയുള്ള കളികൾ. ലക്നൗ 14-ന് ഡൽഹിയുമായും 17-ന് മുംബൈയുമായും ഏറ്റുമുട്ടും. RCBയുടെ കാര്യം ഇപ്പോഴും തുലാസിൽ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അനുകൂലമായാൽ മാത്രമേ RCB പ്ലേ ഓഫിലെത്തൂ. 2 മത്സരം ശേഷിക്കെ 10 പോയിന്റാണ് അവർക്കുള്ളത്. എന്തു വില കൊടുത്തും ഇവ രണ്ടും മികച്ച മാർജിനിൽ ജയിക്കുകയാണ് RCB ആദ്യം ചെയ്യേണ്ടത്. ഡൽഹിയെയും ചെന്നൈയുമാണ് ഇനി RCBക്ക് നേരിടാനുള്ളത്. കൂടാതെ CSK ശേഷിച്ച 2 കളിയിലും തോൽക്കണം. മുംബൈയോട് LSG പരാജയപ്പെടുകയും വേണം. മാത്രമല്ല KKRോ SRHോ GTയെ തോൽപ്പിക്കണം. അല്ലെങ്കിൽ GTയുടെ വിജയ മാർജിൻ ചെറുതായിരിക്കണം. ഇവയെല്ലാം സംഭവിച്ചാൽ മാത്രമേ RCB പ്ലേ ഓഫ് കാണൂ. ഗുജറാത്തിൻ്റെ കാര്യമെടുത്താൽ അവർ പുറത്താവലിൻ്റെ വക്കിലാണ്. 3 കളികൾ ബാക്കി നിൽക്കെ അവർക്ക് 8 പോയിന്റ് മാത്രമേ ഉള്ളൂ. ശേഷിച്ച എല്ലാ മത്സരങ്ങളും ജയിക്കുകയാണ് GT ചെയ്യേണ്ടത്. കൂടാതെ മറ്റു മത്സരഫലങ്ങൾ അനുകൂലമാവുകയും വേണം.